തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം BJPക്ക് കിട്ടിയത് തൊട്ട് തന്നെ ഇങ്ങോട്ട് വലിയ പ്രശ്നങ്ങളാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് CPMനും ഒക്കെ. CPMന് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം തിരുവനന്തപുരത്തെ ഭരണം പോയത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. അതിനൊപ്പം തന്നെ ഇപ്പോൾ അവിശ്വാസം കൊണ്ടുവരിക, മറ്റേ സുഗതൻ്റെ കേസ്, ഇതൊക്കെ വെച്ചിട്ട് ഓരോ ദിവസവും ഇവർ തമ്മിൽ ഇങ്ങനെ മേയർക്കെതിരെയും BJP ഭരണത്തിനെതിരെയുമൊക്കെ ഇങ്ങനെ നിരവധി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ശക്തമായ മറുപടികളും ഉരുളക്കുപ്പേരി പോലെ VV രാജേഷ് മറുപടിയും നൽകുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? അതേ, കോഴിക്കോട് കോർപ്പറേഷൻ മേയറിൻ്റെ പേര് വായിച്ചതിനറിയാമോ? എനിക്കറിയില്ല. വാസ്തവത്തിൽ എറണാകുളം കോർപ്പറേഷൻ്റെ മേയറുടെ പേര് എനിക്കറിയില്ല. ബട്ട് കേരളം മൊത്തം അറിയാവുന്ന ഒരു മേയറുണ്ട്, അതാണ് VV രാജേഷ്. തിരുവനന്തപുരം മേയർ ആരാന്ന് ചോദിച്ചാൽ കാസർഗോഡ് മുതലുള്ളവർ പറയും ആ VV രാജേഷാണ്. എന്നാൽ VV രാജേഷ് എന്തെങ്കിലും പൊട്ടിത്തെറിയോ ബഹളമോ ഉണ്ടാക്കിയിട്ടാണോ എല്ലാവരും അറിയുന്നത്? അല്ല. VV രാജേഷ് ഈ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുക, മാസ് ഡയലോഗ് അടിക്കുക, അതുമില്ല. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ വളരെ വിനയാന്വിതനായിട്ടാണ് പറയുന്നത്. പണ്ട് VV രാജേഷ് TV ഡിബേറ്റിലൊക്കെ പോകുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കുറേ കൂടെ അഗ്രസീവായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ആ അഗ്രസീവ്നെസ് പോലും ഇല്ല. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണം അതാണ്. ഒട്ടും അഗ്രസീവ് ആകാതെ എപ്പോഴും ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടുക. ബട്ട് അതിൻ്റെ പുറകിൽ അത്യധ്വാനമുണ്ട് കേട്ടോ. വല്ലാതെ അധ്വാനിക്കുന്നുണ്ട് രാജേഷിൻ്റെ കൂടെയുള്ള കൗൺസിലർമാരും പിന്നെ BJPയിലെ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ നമ്മളുടെ കാർത്തികേയൻ്റെ മകൻ എന്താ ശബരിനാഥൻ വിചാരിച്ചു ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഇവരെ ഉരുട്ടിയിട്ടാൽ എന്താ, നല്ല ബുദ്ധിയല്ലേ, കൂടെയുള്ളവരും കൊള്ളാം. അപ്പോൾ നമുക്കതിനുള്ള നമ്പറില്ല. പക്ഷേ LDFനുണ്ടല്ലോ, 21 കോൺഗ്രസ്സിനുണ്ട്, 29 മറ്റോ LDFനുണ്ട്, അതോ തിരിച്ചോ, എനിവേ രണ്ടുപേരും ചേർന്ന് 49 ഉണ്ട്. പിന്നെന്താ, ആ ചാടി അങ്ങ് വീണു. ശബരിനാഥൻ KPCCയിൽ സംസാരിച്ചു. KPCCയും അധികമൊന്നും ആലോചിക്കാതെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഓക്കെ. LDF സമ്മതമല്ല. LDF ആകെ തോറ്റ് നിൽക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റ് നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താണെന്നുള്ള നിലയാണ്. CPMന് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർ ഈ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നോക്കിയിട്ട് അവർ കൂട്ടുകൂടാൻ തയ്യാറല്ല. രാജേഷ് ശാന്തനായിട്ട് 4-5 ദിവസം ഈ ചർച്ച അങ്ങ് മൂത്ത് വരട്ടെ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, ആന്തോറിയം അവലോസം ഉണ്ടാക്കാതെ പറഞ്ഞിട്ട് വളരെ ആ പറഞ്ഞ പോലെ തന്നെ അപഹാസ്യമായിട്ട് ഇവരുടെ കൂട്ടുകെട്ട് അവസാനിച്ചു. തിയറിറ്റിക്കലി ഇവർക്ക് വേണമെങ്കിൽ കൂട്ടുകൂടാം, ഇന്ത്യ മുന്നണിയാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകൂടാം. നാളെ കേരളത്തിൽ ഇവർക്കിത് ചെയ്യേണ്ടിയും വരും. നാളെ കേരളത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി വേഴ്സസ് BJP എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കാമായിരുന്നു തിരുവനന്തപുരത്ത് വേണമെങ്കിൽ. പക്ഷേ അത് കുറിക്കാനുള്ള ധൈര്യം LDFനില്ല. UDF അവർക്ക് സ്റ്റേക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് തയ്യാറാവുകയും ചെയ്തു. പക്ഷേ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും ഉണ്ടല്ലോ, രാജേഷ് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നീക്കുന്നുണ്ട്. ഇപ്പോൾ തെരുവ് നായ പ്രശ്നം ഇന്നലെ തന്നെ രാജേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആകാവുന്നത്ര ഞങ്ങളത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളടക്കം മാധ്യമങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്, ഞാൻ ഇന്ന വാർഡിൽ നിൽക്കുന്നു, ഇവിടെ ആകെ കൂടെ പട്ടികളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 2 മണിക്കൂർ സമയം മതി, അവിടെ വന്ന് അതിനെ തൂക്കും ഞാൻ. എന്നിട്ട് ഷെൽട്ടറിലല്ല, തല്ലിക്കൊല്ലുകയോ ഒന്നുമല്ല, ഷെൽട്ടറിൽ അതിനെ ആക്കും. പിന്നെ മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, ഇതിനെല്ലാം രാജേഷിന് മറുപടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഇതൊന്നും മറ്റവർക്കും പ്രശ്നമല്ല, LDFും UDFും പ്രശ്നമല്ല. പ്രശ്നം തിരുവനന്തപുരം ഇവരുടെ ഒരു സ്വർണ്ണ ഖനിയായിരുന്നു CPMൻ്റെ. അതെ, എത്ര ബിൽഡിങ്,
എന്തെല്ലാം പേരുകളിൽ അവർ കൈയടക്കി വെച്ചിരിക്കുന്നു. അവരുടെ ഔദ്യോഗിക പ്രസ്ഥാനങ്ങളുടെ പേര് NGO യൂണിയൻ, SFI, DYFI, പിന്നെ CPM എന്ന പാർട്ടി, മഹിള, ജനാധിപത്യ മഹിള, വെറും മഹിളയല്ല, ജനാധിപത്യമുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് ഉള്ള ബിൽഡിങ്ങുകൾ. ഇതുകൂടാതെ ഇവരുടെയൊക്കെ സാമന്തന്മാർ കൈയടക്കി വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകൾ, കല്യാണ മണ്ഡപങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, ഇതൊക്കെ ഇവർ പണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക അവരങ്ങ് എടുക്കുകയാണ്. കോർപ്പറേഷനെ അറിയില്ല ഇത് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്ത് മാന്തി രാജേഷ് പുറത്തെടുത്തിട്ട് ഈ ഓരോ ഹോളായിട്ട് പൂട്ടി താക്കോലും കൊണ്ട് കോർപ്പറേഷൻ്റെ ആൾക്കാർ പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ കല്യാണം വിലകുളി ഇതൊക്കെ ബുക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്, അയ്യോ ഇതാരോ പൂട്ടിയിരിക്കുന്നത്, ഇത് കോർപ്പറേഷനാണ്. അങ്ങനെയാണ് ഇത് കോർപ്പറേഷൻ്റെ ആണെന്ന് മനസ്സിലാകുന്നത്. കോർപ്പറേഷൻകാർക്ക് തന്നെ അറിയില്ല ഇത് കോർപ്പറേഷൻ്റെ ആണെന്ന്. കാരണം എല്ലാം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ 50 വർഷമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത അവരുടെ ഇക്കോ സിസ്റ്റമാണ്. അത് പൊളിക്കുക നിസ്സാര കാര്യമല്ല. ഇപ്പം ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞാൽ രാജേഷിന് ഇനിയും തല്ല് കിട്ടും. രാജേഷിന് കൂടുതൽ കഷണ്ടിയും കയറും ഉറപ്പാണ്. ഇപ്പം തന്നെ ആ മുടി ഇങ്ങനെ പുറകോട്ട് പോകുന്നതാണില്ല, ഇതിപ്പോൾ ഫുൾ കഷണ്ടിയാകും പാവത്തിന്. എന്നാൽ പോലും ഇവരുടെ ഈ കറപ്ഷൻ മുഴുവൻ പിടിച്ചു തീരുകയില്ല. 5 കൊല്ലമൊന്നും പോരാ. കാരണം അത്രയ്ക്ക് വേരിറങ്ങിയ കറപ്ഷനാണ് ഇവരുടെ. പല കൗൺസിലർമാർക്കും, അതായത് പഴയതിൻ്റെ പല പാർട്ടി നേതാക്കന്മാർക്കുമൊക്കെ അവിടെ മുറികളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവരുടെ മുറികൾ അവരുടെ പേരിലായിരുന്നു. ഇവർ എടുത്തിട്ട് മറ്റേ കൊടുത്ത് അതിൽ കൂടുതൽ പൈസ വാങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഉണ്ട്. അത് ഈ രാജേഷിന് ഇതിൻ്റെ അപകടം അറിയാം എന്നുള്ളതുകൊണ്ട് രാജേഷ് ഇച്ചിരി പതുക്കെ പോവുകയാണ്. അല്ലെങ്കിൽ ദേഹോദ്രവം ചെയ്യാൻ ഇവർ മടിക്കില്ല. ഇതേ സാധനം കണ്ണൂരായിരുന്നെങ്കിൽ രാജേഷിന് തല്ലല്ല വെട്ട് കിട്ടിയേനെ. തിരുവനന്തപുരത്തായതുകൊണ്ടാണ് തല്ലായത്. കാരണം തെക്കോട്ട് വരുന്നവരും സംഘർഷത്തിൻ്റെ ഊക്കൽപ്പം കുറഞ്ഞിരിക്കുമല്ല. അത് വെച്ച് തിരുവനന്തപുരം കൊലപാതകത്തിൻ്റെയൊക്കെ കേന്ദ്രമാണ്. പണ്ട് മുരുക്കുമ്പുഴയെ 6 പേരെ കൊന്നു കളഞ്ഞത് തിരുവനന്തപുരത്താണ്, മുരുക്കുമ്പുഴ എന്ന സ്ഥലത്ത്. അപ്പോൾ തിരുവനന്തപുരം വാസ് വയലൻറ്റ് വൺസ് അപ്പോൺ എ ടൈം. ഇപ്പോൾ ആ വയലൻസിനുള്ള സാമർഥ്യം CPM-നും ഇല്ല. വയലൻസ് പൊതുവേ കേരളത്തിൽ കുറഞ്ഞു. അതുകൊണ്ട് ഉന്തും തള്ളും അതിനിടയ്ക്ക് ചവിട്ടോ എന്തോ കിട്ടി രാജേഷിന്. ബട്ട് ഞാൻ രാജേഷിനോട് പ്രത്യേകിച്ചും പറയുകയാണ്, ഇത് കേൾക്കുന്നവരോടും ഞാൻ പറയുകയാണ്, ഇനിയും രാജേഷിനെ അവർ തല്ലും. അവരുടെ ഒരു ആയുധമാണ് തല്ല്, അടിക്കുക, അപകടപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ ടെൻഷൻ കൊണ്ട് രാജേഷ് പുറമേ വളരെ പ്രസന്നവതനായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ടെൻഷൻ ഫൈനലി മേയർ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ കഷണ്ടി കയറുമെന്ന് പറഞ്ഞത്. ഇത് രണ്ടും സംഭവിക്കും രാജേഷിന്. ബട്ട് ഒരു കാര്യം, രാജേഷ് നല്ലൊരു ഭരണാധികാരിയാണ് തെളിയിച്ചു. ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ എവിടെയെങ്കിലും MLA ആയിട്ട് രാജേഷ് മത്സരിച്ചാൽ രാജേഷ് ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിൽ ഒരു ഇമേജ് രാജേഷ് ഉണ്ടാക്കിയെടുത്തു. അത് ഒരു കള്ള ഇമേജ് അല്ല, സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ടുണ്ടാക്കിയ ഇമേജ് അല്ല, ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് തന്നെ ഉണ്ടാക്കിയ ഇമേജാണ്. ഈ 50 വർഷത്തെ ഭരണത്തിൽ ഇത്രത്തോളം അഴിമതി, ചെറിയ അഴിമതിയൊന്നുമല്ല. അതിൽ ഓരോ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ ഓരോ പാർട്ടിക്കാരുടെ പേരിലാണെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ഭീകരമായ അന്തരീക്ഷമാണ്. ഇതുവരെ ആരും അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നുമില്ല, ആരും അങ്ങനെയൊന്നും പുറത്തു വിട്ടിരുന്നുമില്ല. അല്ല, അതുകൊണ്ടാണ് ഈ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. 50 വർഷമൊക്കെ അധികാരം തുടർച്ചയായിട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള സ്ഥിതിയാവും. ഇതിന് മുമ്പുള്ള ആ മേയർ, എന്താ പെങ്ങച്ചിൻ്റെ പേര്, ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പന് ഒരു കത്ത് കൊടുത്തു. കോർപ്പറേഷനിൽ ഇത്ര വേക്കൻസി ഉണ്ട്, ആരെ നിയമിക്കണമെന്ന് പാർട്ടിയിൽ തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്കണമെന്ന് അപേക്ഷ എന്ന് പറഞ്ഞിട്ടാണ്. ആര്യയുടെ വിചാരം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. ആ കൊച്ചിന് ഇത് അറിഞ്ഞുകൂടാ ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളത്. കാരണം ജനിച്ചത് മുതൽ ഇതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് ആര്യയോട് ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ആര്യ ആദ്യം പ്രതികരിച്ചാൽ അതിലെന്താ തെറ്റെന്നാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആര്യയ്ക്ക് മനസ്സിലായില്ല. ആര്യ പറഞ്ഞു, അതെ നിയമനം നടത്താൻ അത് പാർട്ടിയിൽ തീരുമാനിച്ച് എന്നെ അറിയിക്കും, അവരെ ഞാൻ നിയമിക്കും, അതിൽ തെറ്റെന്താ. ഇതാണ് ആര്യ ചോദിച്ചത്. അപ്പോൾ ഇതിന് വ്യവസ്ഥാപിതമായൊരു മാർഗമുണ്ടെന്നും നാട്ടിൽ PSC ഉണ്ടെന്നും റിക്രൂട്ട്മെൻ്റ് ഉണ്ടെന്നും ഒക്കെ ആര്യ അറിഞ്ഞിരിക്കേണ്ടത്. അത് ആര്യയ്ക്ക് അറിയില്ല. ആ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, എന്ത് ബഹുമതിയാണ് എനിക്കറിയില്ല.
എന്നാൽ കുറച്ചുകൂടെ ഇപ്പോൾ 10 വയസ്സുള്ളൊരു കുട്ടിയെ പിടിച്ച് ഇപ്പം മേയറാക്കരുത്, അതിലും കുറവുള്ള 8ഉം പൊട്ടും തിരിയാത്ത മേയർ ലോകത്തിലെ എന്ന് പറഞ്ഞിറക്കാം. ഇതുപോലത്തെ ഫൂളിഷ്നെസ്സൊക്കെ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല, ഐ ആം എ ലോ ടു മൈസെൽഫ് എന്ന് ധരിക്കുക, ആത്മാർത്ഥമായിട്ട് അങ്ങനെ വിചാരിക്കുക. കള്ളത്തരം കാണിക്കുമ്പോൾ അത് കള്ളത്തരമാണെന്നെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ, അതുമില്ല. തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ അവസ്ഥയിൽ നിന്നാണ് പെട്ടെന്നൊരു മാറ്റം തിരുവനന്തപുരത്തുണ്ടാകുന്നത്. ഇത് തിരുവനന്തപുരത്തുകാർക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവുന്നില്ല. അവർ തന്നെ പറയും, അയ്യോ ഈ ഓഡിറ്റോറിയം സർക്കാരിൻ്റെ ആയിരുന്നോ കോർപ്പറേഷൻ്റെ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഇതിലൊരു രാഷ്ട്രീയമായൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്ന് ആണ് BJP തുടങ്ങുന്നത് ഗുജറാത്തിൻ്റെ ഭരണത്തിലേക്ക് എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്തു നിന്ന് കേരളത്തിൻ്റെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരും എന്നൊരു പേടി എതിർ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടോ? അവർ രാവും പകലും ആ പേടിയിലാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഓരോ നിയമനം സംഗതിയൊക്കെ കണ്ടില്ലേ, ഇവൻ സംഘപരിവാർ, അവൻ സംഘപരിവാർ. ശേഷാദ്രിനാഥൻ RSS ബന്ധമുണ്ട്, വൈസ് ചാൻസലർ RSS ബന്ധം, ഒരു ലെൻസുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. രാത്രി ഉറക്കമില്ല. കാരണം ഏത് നിമിഷവും തങ്ങൾ അട്ടിമറിക്കപ്പെടും എന്നുള്ള ഭയം. അത് കോൺഗ്രസിനെയും UDFനെയും LDFനെയും അത് പിടികൂടിയിട്ടുണ്ട്. അത് പിടികൂടാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അറിയാമോ? മുസ്ലിം ലീഗ്. അതെ, ഞാനിത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. ഈ ലൈഫ് മിഷൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അത് പൊളിഞ്ഞു പോയില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണ്. അതിലൊരു സിമ്പൽ വയ്ക്കണം, അത് വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നു. KM ഷാജി പറഞ്ഞു അത് വെച്ചോളാം. അപ്പോൾ ഇന്നലെ ബഹളം അതിൻ്റെ ആയിരുന്നു. ഷാജി വയ്ക്കാൻ പറഞ്ഞു. ഇന്ന് വീണ്ടും ഈ പ്രശ്നം ഷാജിയുടെ മുമ്പിൽ മാധ്യമങ്ങൾ ചെയ്തപ്പോൾ ഷാജി ചോദിച്ചു, അവിടെ ഈ അടയാളം വെച്ചിരുന്നു? അത് മോദിയുടെ ഫോട്ടോ അല്ല, പിണറായി വിജയൻ്റെ അല്ല, VD സതീശൻ്റെ അല്ല, KM ഷാജി എന്ന് എൻ്റെയുമല്ല, അതൊരു സിമ്പലാണ്. അതവിടെ ഉണ്ടായിരുന്നോ? അല്ല, അത് ലോണിൻ്റെ ഗഡു കിട്ടാനായിട്ട്, അപ്രൂവൽ കിട്ടാനായിട്ട് അത് വെച്ചിരുന്നു, അത് കഴിഞ്ഞത് മാറ്റി. അപ്പോൾ KM ഷാജി ചോദിക്കുകയാണ്, അതൊരു കള്ളത്തരമല്ലേ? നിങ്ങൾ അപ്രൂവൽ കിട്ടാനൊരു സാധനം വയ്ക്കുക, അപ്രൂവൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പോയി കഴിയുമ്പോൾ ഈ സാധനം എടുത്ത് മാറ്റുക. ഇതൊക്കെ ഒരു വ്യക്തികളൊക്കെ ഇത് തട്ടിപ്പ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഒരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഈ തട്ടിപ്പ് ചെയ്യാമെന്നാണ് KM ഷാജി ചോദിക്കുന്നത്. അപ്പോൾ KM ഷാജിക്ക് പേടിയില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞ് ഈ സിമ്പൽ വയ്ക്കാൻ KM ഷാജിക്ക് പേടിയില്ല. അതുപോലെയാണ് നിയമനത്തിൻ്റെ കാര്യത്തിലും KM ഷാജി പറഞ്ഞു, എനിക്കറിയാം RSS ബന്ധവും സംഗതിയൊക്കെ ഞാനൊക്കെ പരിശോധിച്ചിട്ടുണ്ട്, ഞാനാണ് ആ പേര് കൊടുത്തത്. ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് കുറേ കൂടെ റിയലിസ്റ്റിക്കായിട്ട് പെരുമാറുന്നു. അവർക്ക് അവരുടെ സീറ്റുകൾക്കോ സംഗതിക്കോ പേടിയില്ല എന്നവർക്കറിയാം. ഈവൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ പോലും മുസ്ലിം ലീഗ് എടുത്ത നിലപാടെന്താ? വെറുതെ ട്രിവിയൽ ഇഷ്യൂസിൽ തർക്കിക്കാൻ പോകണ്ടെന്ന്. അത് സതീശനങ്ങ് ചെയ്തു, സതീശൻ ചെയ്തോട്ടെ. ഇപ്പോൾ ഏതായാലും കുറേ മദ്യം ഇവിടെ കുടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇച്ചിരി വീര്യം കുറഞ്ഞും കൂടെ അകത്താക്കി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനില്ല. ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു വിവാദമാണത്. ഒരു വിവാദത്തിനൊരു വെയിറ്റ് വേണ്ടേ, അതില്ലാത്തതാണ്. അങ്ങനെ നിലപാടെടുത്താണ് ഇവർ നിൽക്കുന്നത്, UDF ലീഗ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പരിഭ്രാന്തരാണ്. ഒരുപക്ഷെ ലീഗിന് ഒരു കാര്യം തീർച്ചയായി കാണും, ഭാവി സംഘപരിവാറിൻ്റെയാണ്. ഇപ്പോൾ കത്തോലിക്ക സഭ ചെയ്ത പോലെ കൂടുതൽ അവരുമായിട്ട് ഇടയാൻ പോകണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ അധികാരത്തിൽ വരും, അപ്പോഴും ഇവിടെ ജീവിക്കാനുള്ളതാണ്. നാളെ നമ്മൾ കാണണ്ടേ, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുമല്ലോ. അതുപോലെ ലീഗ് ഒരല്പം മയത്തിലൊക്കെ പോയാൽ മതി, ഏതായാലും അവരുടെ കയ്യിലേക്ക് പോകും ഈ സാധനം. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിൽ. അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് VV രാജേഷിന് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ്.